ശബരിമല പ്രസ്താവനയിൽ വിവാദം കനക്കുന്നു. താൻ ചെയ്തത് ജോലി മാത്രമെന്ന കളക്ടർ ടി വി അനുപമ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയതിന് സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച ജില്ലാ കളക്ടർ ടി വി അനുപമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. സുരേഷ് ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള. കളക്ടർ പിണറായി വിജയന് ദാസ്യപ്പണി ചെയ്യുന്നുവെന്ന് പാർട്ടി വക്താവ് ബി. ഗോപാലകൃഷ്ണൻ. കളക്ടറുടെ നടപടി പ്രശസ്തിക്ക് വേണ്ടി. കളക്ടർ പെരുമാറ്റച്ചട്ട ലംഘനം എന്തെന്ന് പഠിക്കണമെന്നും ബി.ജെ.പിയുടെ വിമർശനം. അതേസമയം ബി.ജെ.പി. വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് കളക്ടർ ടി വി അനുപമ. ജോലി ചെയ്യുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും പ്രതികരണം. താൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി. ഇഷ്ടദൈവത്തിന്റെ പേര് പറയാൻ കഴിയാത്തത് ഭക്തന്റെ ഗതികേട്. ഇത് എന്ത് ജനാധിപത്യമാണ്? ഇതിന് ജനം മറുപടി നൽകും. കളക്ടറുടെ നോട്ടീസിന് ആലോചിച്ച് മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി. ഇന്നലെ സ്വരാജ് റൌണ്ടിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെ തേക്കിൻകാട് മൈതാനത്ത് NDA നടത്തിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ആയിരുന്നു ശബരിമല മുൻനിർത്തി വോട്ട് ചോദിക്കുമെന്ന് സുരേഷ് ഗോപി വോട്ടർമാരോട് പറഞ്ഞത്. ഇതിന് പിന്നാലെ വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ നോട്ടീസ് അയക്കുകയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. രാജ്യത്ത് 50 സ്ഥലങ്ങളിൽ റെയ്ഡ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാജ്യത്ത് 50 സ്ഥലങ്ങളിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ്. ഡൽഹി, ഗോവ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. 350ഓളം ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കള്ളപ്പണം പിടിച്ചെടുക്കാനാണ് റെയ്ഡ്. വിവിപാറ്റിൽ ഹർജി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പമുള്ള വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകളിൽ 50% എണ്ണണമെന്ന് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം തന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ഉദ്യോഗസ്ഥരെ നിയമിച്ചാൽ 2.5 ദിവസം കൊണ്ട് ഫലം പ്രഖ്യാപിക്കാനാവും. കാത്തിരിക്കാൻ തയ്യാറെന്നും സുപ്രീംകോടതി അറിയിച്ച് 21 പ്രതിപക്ഷ പാർട്ടികൾ. കേസ് സുപ്രീംകോടതി നാളെ പരിഗണിച്ചേക്കും. 50% സ്ലിപ്പുകൾ എണ്ണാൻ ആവില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിന് മറുപടി നൽകാൻ ഹർജിക്കാർക്ക് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഓരോ ബൂത്തുകളിലെ വീതം മാത്രമേ എണ്ണാനാവൂ എന്നും 50% എണ്ണണമെങ്കിൽ ഒരാഴ്ച വേണ്ടിവരുമെന്നുമാണ് കമ്മീഷൻ അറിയിച്ചത്. ബിഷപ്പിനായി പ്രാർത്ഥനയോടെ. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ജലന്ധർ രൂപതര. വൈദികർക്കും വിശ്വാസികൾക്കും അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഇത് സംബന്ധിച്ച് സന്ദേശം അയച്ചു. കേസിലെ സത്യം പുറത്തുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് ആഗ്നേലോ ഗ്രേഷ്യസിന്റെ ആഹ്വാനം. ചൊവ്വാഴ്ചയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കി 1 മാസം കഴിഞ്ഞ് DGP അനുമതി നൽകിയത്. കുറ്റപത്രം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ വീണ്ടും സമരത്തിനിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അങ്കത്തട്ടിൽ മുന്നണികൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 20 മണ്ഡലങ്ങളിലായി 242 നാമനിർദ്ദേശ പത്രികകളാണ് അംഗീകരിച്ചത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുന്നതോടെ മത്സരചിത്രം പൂർണ്ണമാകും. സൂക്ഷ്മ പരിശോധനയിൽ 61 പത്രികകൾ തള്ളിയിരുന്നു. ഏറ്റവും കൂടുതൽ പത്രികകളുള്ളത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലാണ്, 22 പത്രികകൾ. ഏറ്റവും കുറവ് കോട്ടയത്ത്. 15 പത്രികകൾ സമർപ്പിച്ച കോട്ടയത്ത് 7 പത്രികകൾ അംഗീകരിച്ചു. പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും മുന്നണികളും 4ാം വട്ട പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും അപരന്മാരുടെയും സാന്നിധ്യം തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാം. LDF-നും UDF-നുമൊപ്പം NDA-യും ദേശീയ നേതാക്കളെ വരും ദിവസങ്ങളിൽ പ്രചരണത്തിന് എത്തിക്കും. ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 23-നാണ് ഫലപ്രഖ്യാപനം. ആകാശം തുറന്ന് പാകിസ്ഥാൻ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് കടന്നുപോകാനായി പാകിസ്ഥാൻ വ്യോമപാതകൾ ഭാഗികമായി തുറന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് കടന്നുപോകാനായി 11 വ്യോമപാതകളാണ് തുറന്നതെന്ന് പാക് സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ. ഇതോടെ ഇതുവഴിയുള്ള സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ അടക്കമുള്ള വിമാനങ്ങൾ. പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് ഇന്ത്യയുടെ ബലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ. അടുത്ത ദിവസം തന്നെ മറ്റിടങ്ങളിലേക്കുള്ള പാതകൾ തുറന്നെങ്കിലും ന്യൂഡൽഹി, ബാങ്കോക്ക്, കോലാലംപൂർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്ന P-518 പാത അടഞ്ഞുകിടന്നു. ഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾക്ക് ഈ പാത ഉപയോഗിക്കാനാവാത്തതിനാൽ US-ൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള പല സർവീസുകളും റദ്ദാക്കിയിരുന്നു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും. നമസ്കാരം.